ഹലോ, അപ്കമിങ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ വീഡിയോ. നിങ്ങൾ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പല സ്കിൻ ടോണിലുള്ള ആൾക്കാരെ മേക്കപ്പ് ചെയ്യുമല്ലോ. അപ്പൊ എല്ലാവർക്കും ഒരേ ഷെയ്ഡിലുള്ള ബ്ലഷസ് ചില സമയങ്ങളിൽ സ്യൂട്ട് ആകാറില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഫെയർ ടു മീഡിയം കാറ്റഗറി ഒക്കെ ആണെങ്കിൽ ഒരു ലൈറ്റ് പിങ്ക് ടു ഒരു ഡാർക്ക് പിങ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാകും. അതേപോലെ തന്നെ മീഡിയം ടു ഡസ്കി ഒക്കെ ആണെങ്കിൽ ഒരു കോറൽ ഷെയ്ഡ് ബ്ലഷസ് ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അതുപോലെ ഡീപ്പർ സ്കിൻ ടോണിലേക്ക് പോകുമ്പോൾ ഡീപ്പർ ഷെയ്ഡ്സിലുള്ള ബ്ലഷസ് ആയിരിക്കും കുറച്ചുകൂടെ അവർക്ക് നല്ലതാവുക. ബിക്കോസ് ഈ ഡീപ്പർ സ്കിൻ ടോണിലേക്കൊക്കെ വരുമ്പോൾ ഒരു ലൈറ്റ് കളർ ബ്ലഷ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഭയങ്കര ചേർച്ചക്കുറവുള്ളതുപോലെ നമുക്ക് തോന്നും. അപ്പോൾ ഡീപ്പർ ദ സ്കിൻ ടോൺ, ഡീപ്പർ ദ ബ്ലഷ് ഷെയ്ഡ്, അങ്ങനെയാണ് പൊതുവേ നമ്മൾ ചെയ്തു വരുന്നത് കേട്ടോ. ഇപ്പൊ ഇത് നോക്കിയാൽ തന്നെ അറിയാം, ഈ ലൈറ്റ് പിങ്ക് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഫെയർ കാറ്റഗറിയിലുള്ള ബ്രൈറ്റ്സിന് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ കുറച്ചുകൂടെ ഡീപ്പർ ആയിട്ട് വരുന്ന പിങ്ക് ആണെങ്കിൽ ഫെയർ ടു മീഡിയം കാറ്റഗറി സ്കിൻ ടോൺ ഉള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാം. ഈ ഒരു ഷെയ്ഡ്സ് ഒക്കെ ആണെങ്കിൽ ഡീപ്പർ സ്കിൻ ടോണിലേക്ക്. അപ്പോൾ അപ്കമിങ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ, സ്കിൻ ടോൺ ഡീപ്പർ ആവുന്ന അനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്ലഷിന്റെ ഷെയ്ഡും ഡീപ്പർ ആവാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ.